എൻ്റെ ആട് മേയണ കഥയാണ് ഈ കാണുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഇപ്പം ഇടി വന്ന കൊറ്റിയാണ്. കഴിഞ്ഞ കൊല്ലവും ഇവർ ഈ സമയമായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, 2 കൊറ്റിയുണ്ട് കേട്ടോ. എൻ്റെ ആടുകളുടെ കൂടെ മേയും. ഇതാണ് തൂത്തിരി. തൂത്തിരാണെങ്കിൽ ഒരു ചെകിളിയാണ്. തൂത്തിരി എന്നെ വേണ്ടുള്ളൂ. തൂത്തിരി ഞാൻ എവിടെ ആക്കിയിട്ട് പോയാൽ അപ്പം കരയാൻ തുടങ്ങും. ഇതാണ്ടില്ലേ 2 കൊറ്റികൾ. ഇവർ എന്തായാലും ആടുകളുടെ കൂടെ മേയാൻ വന്നതാണ്. അപ്പം ഞാൻ ഇവരെ അഴിച്ചു പറിച്ചു കേട്ടോ. ഇവരെപ്പോഴും ഇവിടെ ഉള്ളതാണ്. സ്ഥിരം നമ്മുടെ ആടിൻ്റെ കൂടെ വരും. മനസ്സിലായില്ലേ? ആടുകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവർ അങ്ങ് പറക്കുകയും ചെയ്യും. സ്ഥിരമായിട്ടും ഇവർ ആടുകളുടെ മേത്തെ പേ നോക്കി കൊടുക്കാനാണ്. ഈ ചെള്ളൊക്കെ ഇല്ലേ, ചെള്ളൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ കുട്ടുരുവിൻ്റെ വേറൊരു പതിപ്പാണ് ഇവൻ ആള് ജില്ലാടിയാണ്. ഇവനെ അങ്ങ് അടിച്ചു വിടട്ടെ കേട്ടോ. ഇവനെ അങ്ങ് അഴിച്ചു വിടട്ടെ ഞാൻ. ഇവനാ പറയണ പോലെയല്ല ആള്. ഇവനാണ് ഏറ്റവും കൂടുതൽ തൊഴിലും കെടുത്തുക. തൂത്തിരിനെ അഴിച്ചു വിടട്ടെ. ഓ, തൂത്തിരി കൊടുത്തടി ഇടി. തൂത്തിരി പാവാണ്. പോയിക്കോ തൂത്തിരി, പോടി ഓർഡർ തൂത്തിരി. ഇനി നാളെ കാണാ കൊറ്റികളെ. കണ്ടില്ലേ എന്ത് ഭംഗിയാ. കണ്ടില്ലേ, ഈ പശുവും കോഴിയൊക്കെ മേയുന്നിടത്ത് അവർ നിൽക്കുകയുള്ളൂ. കഴുത്ത് നല്ല ആട്ടാണ്. പൊന്നേ നമ്മുടെ ചുന്തിരി, കഴിഞ്ഞ കൊല്ലം നീ വന്നില്ലേ? കഴിഞ്ഞ കൊല്ലം നീ വന്നു, ഈ കൊല്ലവും നീ വന്നു. നീ എന്നെ തേടി വരും എല്ലാ കൊല്ലം അല്ലേ? മീന് വേണമായിരുന്നോ? മീന് എന്നെ പൊന്നേ, എന്ത് രസാലേ കൊറ്റി. അടിപൊളിയാണ് കേട്ടോ. 2 ആളുണ്ട്. ഇവര് ഏട്ടനനിയത്തിയും കൂടെ വരിക. അങ്ങനെയാണ്. വാടി വെള്ളച്ചി. ഓ, നിന്നെ കൊണ്ട് തോറ്റു ഞാൻ എൻ്റെ വെള്ളച്ചിയേ.